നമസ്കാരം. നാളെ ഒക്ടോബർ മാസം 6-ാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ച ദിനം ഭഗവാൻ മഹാദേവന് ഏറ്റവും പ്രിയങ്കരമായ ദിനമാണ്. അന്നേ ദിവസം ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതും ഉത്തമമായ ഫലങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കും. സകലവിധ ദുഃഖങ്ങളും ജീവിതത്തിൽ നിന്ന് മാറി വിജയത്തിലേക്ക് കുതിക്കുകയാണ് ചില നക്ഷത്രക്കാർ. സങ്കടങ്ങൾ നിലവിൽ എന്തൊക്കെയുണ്ടെങ്കിലും ആ സങ്കടങ്ങളൊക്കെ ഒഴിയാൻ പോകുന്ന നല്ല സമയമാണ് പിറക്കുന്നത്. അതായത് നാളെ 6-ാം തീയതിയാണ് ഒക്ടോബർ, തിങ്കളാഴ്ച ദിവസം മുതൽ ആഗ്രഹങ്ങൾ നടക്കാൻ പോവുകയാണ്. ധാരാളം മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന കുറച്ച് നക്ഷത്രജാതരാണ്. ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാരുടെ ഗോചരഫലം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് നാളത്തെ ദിവസം മുതൽ നല്ല കാലം തുടങ്ങുകയാണ്. നീണ്ട ഒരു വർഷക്കാലം സകലവിധ ദുഃഖങ്ങളും നീങ്ങി ഉയർച്ച തുടങ്ങുന്ന, അതായത് സകലവിധ ജീവിതത്തെ ബാധിച്ചിരുന്ന പ്രയാസങ്ങളും മാറി ആഗ്രഹ സാഫല്യ സമയം തുടങ്ങുന്നു. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി മാറ്റമുണ്ടാകുന്നതാണ്. സന്തോഷിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ ജീവിതത്തിൽ തേടിയെത്തുന്നതാണ്. മഹാഭാഗ്യ സമയം തന്നെ. അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ്. ചില കാര്യങ്ങൾ, അതായത് ചില വഴിപാടുകളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം പറയാം. പൊതുവായിട്ട് പറയേണ്ടതായത് കൊണ്ടാണ് അവസാനത്തേക്ക് മാറ്റിവെച്ചത്. മഹാഭാഗ്യ സമയം തുടങ്ങുകയാണ് ഈ 3 രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക്. ജീവിതത്തിൻ്റെ സകലവിധ മേഖലകളിലും, നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും ഭാഗ്യത്തിൻ്റെ ഒരു ആനുകൂല്യം നിങ്ങളിലേക്ക് വന്നെത്തും. നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇതൊക്കെ മാറുന്നതാണ്. ഭഗവാൻ മഹാദേവനെ മുറുകെ പിടിച്ചോളൂ. നാളത്തെ ദിവസം തിങ്കളാഴ്ചയാണ്. ഈ തിങ്കളാഴ്ച ദിനം മുതൽ നീണ്ട ഒരു വർഷക്കാലം പ്രതീക്ഷകൾക്കൊത്തു ഉയരാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർക്ക് സൗഭാഗ്യ സമയം നാളെ മുതൽ തുടങ്ങുകയാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാൻ സാധിക്കുന്നതാണ്. ഭാഗ്യാനുഭവ സമയമായതിനാൽ തന്നെ ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ വിജയം നിങ്ങൾക്ക് കൂടെ തന്നെ ഉണ്ടാകും. ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നേട്ടമായി പറയുന്നത്. ആഗ്രഹങ്ങൾ എല്ലാ മനുഷ്യർക്കുമുണ്ട്. അതൊക്കെ നേടിയെടുക്കുമ്പോഴാണ് ആഗ്രഹ സാക്ഷാത്കാരം അല്ലെങ്കിൽ ആ ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, കേസ്, കോടതി അങ്ങനെയുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർക്ക് നാളെ മുതൽ സൗഭാഗ്യ സമയമാണ് തുടങ്ങുന്നത്. കഷ്ടതകളൊക്കെയും ജീവിതത്തെ വിട്ട് അകലുന്നതാണ്. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കുന്നതാണ്. ശാരീരികമായൊരു ഊർജ്ജസ്വലത നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നിലവിൽ എന്തൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ സ്വയമേവ മാറുന്നതാണ്. ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം കൂടിയുള്ള ദിവസവും സമയവും ഒക്കെയാണ്. ആശയക്കുഴപ്പങ്ങൾ ധാരാളം മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എവിടെ പോയി പ്രാർത്ഥിക്കണം, ആരെ കാണണം, എന്ത് ചെയ്താൽ ഫലം ഉണ്ടാകും, എന്ത് ചെയ്യണം, ഏതെങ്കിലും തെറ്റ് സംഭവിച്ചു, അങ്ങനെ പല വിധത്തിലുള്ള ആശയ ബുദ്ധിമുട്ടുകൾ, അതായത് ആശയക്കുഴപ്പങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു നിലവിൽ. അത് മാനസികമായ ഒരുപാട് സമ്മർദ്ദങ്ങളെയും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകാൻ പോവുകയാണ് നാളെ മുതൽ. മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടാകുന്നു. സകലവിധ പ്രയാസങ്ങളും അകലുന്ന ഒരു വർഷക്കാലം നാളെ മുതൽ ആരംഭമാവുകയാണ്. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഗണ്യമായ തോതിൽ വർദ്ധിക്കാൻ പോവുകയാണ് നാളെ മുതൽ. അവഗണനകൾ പല അവസരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും സ്നേഹിച്ചവർ പോലും അവഗണിച്ചിട്ടുണ്ട്. കാരണം സമയദോഷ അല്ലെങ്കിൽ മോശ സമയമായിരുന്നു. അപ്പോൾ ഇതൊക്കെ മറിയുകയാണ് നാളെ മുതലുള്ള സമൂഹത്തിൽ. മാന്യതയൊക്കെ വർദ്ധിക്കുന്ന, അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി തലയുയർത്തിപ്പിടിച്ച് നടക്കാൻ സാധിക്കുന്ന ഒരു മാറ്റം, ഒരു സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. ദൂര യാത്രകളൊക്കെ വേണ്ടി വരും. അതായത് വിദേശത്തേക്കൊക്കെ പോകാൻ തയ്യാറെടുപ്പുകൾ എടുക്കുന്നവർക്കും വേഗത്തിൽ ആ കാര്യങ്ങളൊക്കെ നടക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മാറ്റവും നിങ്ങൾക്ക് നാളെ മുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ രക്ഷപ്പെടാൻ പോവുകയാണ് ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർ. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്കും ഭാഗ്യം, ഐശ്വര്യം, സമൃദ്ധി ഇതൊക്കെ നാളെ മുതൽ നിങ്ങളെ തേടിയെത്തുന്നതാണ്. അപ്രതീക്ഷിതമായി ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കാരണം
ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഭാഗ്യം കയ്യിലേക്ക് വരും. നമ്മൾ പറയാറുണ്ട് കപ്പിനും ചുണ്ടിനും ഇടയിൽ ഭാഗ്യം നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട്. വിവാഹം വരെ തടസ്സപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങൾ. അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകാൻ പോകുന്നു. നാളെ മുതൽ ചില അപവാദങ്ങൾ വരെ ജീവിതത്തിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് വരെ പഴി കേൾക്കേണ്ടതായി വന്നു. അത് ഏറ്റവും അടുത്ത ആളുകളിൽ നിന്ന്, ഏറ്റവും സ്നേഹിച്ചവരിൽ നിന്ന് വരെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായ സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞു. അപ്പോൾ നാളെ മുതൽ മാറ്റത്തിൻ്റെ സമയമാണ്. അവസ്ഥകളൊക്കെ മറിയാൻ പോവുകയാണ്. ഈശ്വര പ്രാർത്ഥന, ഈശ്വര ഭജനം, ഇഷ്ടദേവതാ വന്ദനം വളരെ അനിവാര്യമായ സമയങ്ങൾ തന്നെയാണ്. എല്ലാവിധ പ്രയാസങ്ങളും മാറും. നിങ്ങൾ മുന്നേയുള്ള സമയങ്ങളിൽ ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിച്ചെങ്കിലും അപ്പോഴൊന്നും ഭഗവാനെ കൈവെടിയാതെ മുറുകെ പിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു മാറ്റം ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത്. ദാരിദ്ര്യമൊക്കെ മാറുന്ന സമയമാണ്. ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ പ്രാർത്ഥിക്കുന്നത് ആ മൂർത്തിയെ ചെന്ന് കണ്ടു തൊഴുത് നിങ്ങളുടെ വേവലാതികൾ, ആവലാതികൾ, സന്തോഷങ്ങൾ അതൊക്കെ ഭഗവാനോട് പങ്കുവയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു മാറ്റ സമയമാണ്. കൂടാതെ കുടുംബക്ഷേത്രം ഇവിടെയാണ്. കുടുംബദേവതാ പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ്. കർമ്മവിജയം ഉണ്ടാക്കുന്ന സമയമാണ്. പുതുഗൃഹവാസമൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന ഗൃഹത്തിന് എന്തെങ്കിലും മോടി പിടിപ്പിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നടക്കേണ്ടതായ സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. ആഗ്രഹങ്ങളൊക്കെയും നടക്കും. മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഒരുപാട് നാളുകളായി മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയും അതുവഴി സന്തോഷം നേടിയെടുക്കാനും സാധിക്കുന്ന സമയങ്ങൾ നാളെ മുതൽ തുടങ്ങുകയാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്കും സൗഭാഗ്യ സമയം നാളെ മുതൽ ആരംഭമാകുന്നുണ്ട്. സന്തോഷ നിമിഷങ്ങൾ ധാരാളമായി വന്നു ചേരുകയാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം കൂടി നാളെ മുതൽ ആരംഭമാകുന്നു. ശനിദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിച്ച നക്ഷത്രക്കാർ കൂടിയാണ് മീനം രാശിക്കാർ. അതൊക്കെ മാറി ഇവിടെ കർമ്മഫലങ്ങൾ അനുകൂലമായ രീതിയിൽ വന്നെത്തുകയാണ്. വീട്ടിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടത്തിൻ്റെ സമയം തുടങ്ങുന്നുണ്ട്. ഉന്നതിയിലേക്ക് കുതിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കൂടി അനുകൂലമാവുകയാണ്. ആഗ്രഹ സാഫല്യത്തിൻ്റെ സമയമാണ് നാളെ മുതൽ. കൂടാതെ ആയുരാരോഗ്യ സൗഖ്യം എല്ലാ മേഖലകളിലും സൗഖ്യം വന്നു ചേരും. സമാധാനം വന്നു ചേരും. മനസ്സിന് സമാധാനമില്ല, ഗൃഹത്തിനകത്തേക്ക് കയറിയാൽ സമാധാനമില്ല, ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകണം, പുറത്തു പോകുമ്പോൾ ഒരു മനസ്സിന് ഒരു ആശ്വാസം, അകത്തേക്ക് വീണ്ടും വന്ന് കയറിയാലോ വീണ്ടും സമാധാനക്കേട്, കണ്ണടച്ചാൽ ഉറക്കം വരാത്ത അവസ്ഥ, അങ്ങനെ പലവിധ ശനിയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം നാളെ മുതലുള്ള സമയം മാറ്റം വന്നു ചേരാൻ പോകുന്ന ഉന്നത ജീവിത നിലവാരം, ഇപ്പോഴുള്ള ജീവിത നിലവാരത്തിൽ നിന്ന് ഉന്നതമായ രീതിയിലേക്ക് ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മേന്മയും നേട്ടവും ഉണ്ടാവുകയാണ്. അപ്പോൾ ഇവിടെ നാളെ മുതൽ ഈ 9 നക്ഷത്രക്കാർ, 3 രാശിയിൽപ്പെടുന്ന ഈ 9 നക്ഷത്രക്കാർക്ക് മാറ്റത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തുടങ്ങുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, ഗണപതി ഹോമം വഴിപാടായി സമർപ്പിക്കുക. ഒരു മാറ്റമൊക്കെ ഉണ്ടാക്കും. അതേപോലെ തന്നെ ദേവീ ക്ഷേത്ര ദർശനം നടത്തുക. നെയ്വിളക്ക് സമർപ്പിക്കുക. നെയ്വിളക്ക് വീട്ടിലും നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ്. അതേപോലെ ശിവക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യുക, അതായത് കരിക്ക് കൊണ്ടുള്ള അഭിഷേകം കൂടി നടത്തിയാൽ ഉത്തമമായിരിക്കും. കർമ്മ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു ഉല്ലാസ സമയവും അല്ലെങ്കിൽ ആനന്ദമൊക്കെ ഉണ്ടാകേണ്ട അവസരങ്ങളും നാളെ മുതൽ സംജാതമാകും. എങ്കിൽ പോലും വീണ്ടും ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. നല്ല സമയമാണെന്ന് പറഞ്ഞ് കൈയും കെട്ടി മാറി നിൽക്കുകയല്ല, കർമ്മം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ ദൈവികമായിട്ടുള്ള ഒരു ഉണർവ് നമ്മളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് നമ്മൾ പറയണം, താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യുക, അതോടൊപ്പം ദൈവത്തെയും പ്രാർത്ഥിക്കണം. ചില വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പൊതുവെ മനുഷ്യ ദൈവത്തെ കുറ്റം പറയാറുണ്ട്, എത്ര വിളിച്ചിട്ടും കേൾക്കുന്നില്ല. സമയം കൂടി അനുകൂലമായി വരുമ്പോൾ ദൈവം കേൾക്കും. അത് ഏത് മനുഷ്യൻ്റെ അനുഭവത്തിൽ പല കാര്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ വളരെ വലിയ നേട്ടങ്ങളിലേക്ക് മാത്രം കാംക്ഷിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ നേട്ടങ്ങളൊന്നും ചിലപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് എത്തണമെന്നില്ല. അത് മനുഷ്യൻ്റെ സഹജമായൊരു കാര്യമാണ്. അതാരും കുറ്റം പറയുകയില്ല. ഇവിടെ നാളെ മുതലുള്ള സമയം മനസ്സിൻ്റെ ഓരോ കാമനകൾ, അതായത് മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെയും ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിച്ചു കിട്ടും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കുന്നു അത്രത്തോളം അടുക്കുക. ശിവക്ഷേത്രത്തിൽ കരിക്കഭിഷേകമൊക്കെ ചെയ്യുക. മനസ്സിനൊരു സമാധാനം ഉണ്ടാകും. ഒരു ഊർജ്ജസ്വലത, ഏത് കർമ്മം ചെയ്യുമ്പോഴും ആത്മവിശ്വാസത്തിൻ്റെ ഒരു വർധനവ് മഹാദേവൻ്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകുന്നതാണ്. ദേവീ ക്ഷേത്ര ദർശനം നടത്തണം. നെയ്വിളക്ക് കത്തിക്കുക. വീട്ടിൽ നെയ്വിളക്ക് നിങ്ങൾക്ക് ദീപം തെളിയിക്കാവുന്നതാണ്. അതേപോലെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ ഗണപതിയെ പ്രീതിപ്പെടുത്തുക. നല്ല ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാവിധ ദുഃഖങ്ങളും ഭഗവാൻ നിങ്ങളിൽ നിന്ന് മാറ്റി നിങ്ങളിലേക്ക് ഭാഗ്യവും ഐശ്വര്യവും നേട്ടവും അതിലുപരി മനസ്സമാധാനവും എത്തിക്കുന്നതാണ്. നന്ദി.